എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ പൂനെയിലെ തിരക്കായ വഴികളിൽ കൂടെ ഇങ്ങനെ ഓട്ടോയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പോവാണ്. അപ്പോൾ പട്ടലേശ്വർ കേവ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അടയ്ക്കുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ വൈകിട്ട് ഒരു 4 മണി സമയമാണ്. വേറൊരു പ്ലേസ് പോകാമെന്ന് വെച്ചാൽ അത് ഓൾറെഡി ക്ലോസിങ് ടൈമായി. അപ്പോൾ അത് കാണേക്കാൾ മുന്നായിട്ട് നമ്മളോട് ഒരു കേരള റെസ്റ്റോറൻറ്റ് കയറി. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല നല്ല കിടിലൻ ഫുഡ്, കേരള ഫുഡ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പട്ടലേശ്വർ കേവ്സിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കേട്ടോ ചോപ്സ്റ്റിക് സ്പൈസ് മലബാർ എന്നുള്ളത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് അവിടെ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് കേരള ഫുഡ്സ് നല്ല കേരള ടേസ്റ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂനെയിലെ വിമാൻ നഗറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് വെജ് മീൽസാണ്. എല്ലാവിധ കറികളൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമല്ല എല്ലാ നോൺ വെജും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ 2ാം തവണ വാങ്ങിച്ചോ. 2ാം തവണ നമുക്ക് ചോറും ഈ എല്ലാ സാധനവും വീണ്ടും കിട്ടി. കിടിലൻ ടേസ്റ്റാണ്, രക്ഷയില്ല. പൊറോട്ടയും ബീഫും എല്ലാം കൂടെ കിട്ടും. ഇതിലൊക്കെ ഞാൻ സംതൃപ്തിയാണ്. കഴിക്കട്ടെ. അങ്ങനെ നല്ല ഊണൊക്കെ തട്ടിയിട്ട് നേരെ പോകുന്നത് ശിവജി നഗറിലെ ജംഗ്ലി മഹാരാജ് റോഡിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള പൂനെ സിറ്റിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യൻറ്റ് ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള പട്ടാലേശ്വർ കേവ്സ് ആൻഡ് ടെമ്പിൾ ആണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. തിരക്ക് പിടിച്ച ഒരു സിറ്റിയിലത്തെ മെയിൻ റോഡിലാണ് ഈ ഒരു ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടി ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. കാരണം ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ വലിയ കുറേ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നെത്തുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കേവ് ടെമ്പിളിലോട്ട് നമ്മൾ എത്തായി. ഇവിടെ ഫോറിനേഴ്സ് വരെ വന്ന് ഇവിടെ ഇരുന്ന് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മണ്ഡപമാണ് കാണുന്നത്. അതൊരു നന്ദി മണ്ഡപമാണ്. മുൻപൊക്കെ ഈ ഒരു മണ്ഡപത്തിലോട്ടും നമുക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു എൻട്രൻസ് അവർ നിർത്തി വെച്ചേക്കുവാണ്. പത്താൽ എന്ന് പറയുന്നത് ഒരു സംസ്കൃതം വേർഡാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് തന്നെ പത്താലേശ്വർ ഭഗവാനാണ്. അതായത് നമ്മുടെ ശിവനാണ്, ഈ ഒരു മഹാദേവനാണ് ഈ ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ ഡോറിലോട്ട് എത്തായിട്ടോ. ഇത് 18th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഹോൾ ടെമ്പിൾ ഒരു ഒറ്റക്കല്ലിലാണ് കേട്ടോ പണിതേക്കുന്നത്. ഇവിടെ നമുക്ക് 3 പ്രതിഷ്ഠ വരുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് ശിവനാണ് വരുന്നത്. ശിവഭഗവാന് ഇടത്തും വലത്തുമായിട്ട് ഗണപതിയും പാർവതി ദേവീനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ശ്രീരാം, ലക്ഷ്മണൻ, സീതാദേവി അവരുടെ 3 പേരുടെയും ഒരു രൂപവും ഇവിടെ വെച്ചിട്ടുണ്ട്. പാണ്ഡവരുടെ വനവാസ സമയത്താണ് ഈ ഒരു അമ്പലം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അവരത് അവരുടെ താമസത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചതെന്നും നമ്മൾ ചരിത്രം പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെയുള്ള ഈ ഒരു ആൻഷ്യൻ റോക്സൊക്കെ 700-800 AD എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഈ എലഫൻറ്റ്, അതുപോലെ തന്നെ എലഫൻറ്റ് കേവ്സ്, അതുപോലെ തന്നെ എലോറ കേവ്സിനോടൊക്കെ ഒരു സാമ്യമുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിന്. ഇവിടെ ഭയങ്കര സമാധാനമുള്ളൊരു പ്ലേസാണ്. പക്ഷേ ഇതിനകത്ത് ഇതിനേക്കാളും ശാന്തതയാണ്. പക്ഷേ അതിനകത്ത് ഇരിക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. പ്രാർത്ഥിച്ചതിന് പുറത്തേക്ക് ഇറങ്ങണം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ്.
ഇവിടെ ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യാനും ബുക്ക് വായിക്കാനും ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനും ഫോട്ടോഗ്രാഫിക്കൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ടെമ്പിളിനകത്ത് മുന്നേ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ സമ്മതിച്ചിരുന്നു. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ അവിടെയും ആരും ഇരുത്തണില്ല, എല്ലാവരും ഇങ്ങനെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മളും ഇവിടെ കുറേ നേരം ഇരുന്നായിരുന്നു കേട്ടോ ഈ ഒരു അപ്പർ പോർഷനിൽ. അങ്ങനെ നമ്മൾ ഈ ടെമ്പിളിലൊക്കെ കണ്ടു. നല്ല അടിപൊളി ടെമ്പിളാണ്. അതിനുശേഷം ഇവിടെ തന്നെ ടോപ്പിൽ കുറച്ച് നേരം ഇങ്ങനെ സമാധാനപരമായിരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പൂനെയിൽ നിന്ന് കറക്റ്റ് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്നതാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസൊക്കെയാണ്, അടിപൊളിയാണ്. ഈ ഒരു പത്താലേശ്വർ കേസിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ സദ്ഗുരു ശ്രീ ജംഗ്ലി മഹാരാജ് സമാധി ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് പോയായിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു പത്താലേശ്വർ കേവ്സും കാണാനൊക്കെ പറ്റും. ഇതും ഒരു നല്ലൊരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് ഫോഡോ പെഡീസ് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഫോഡോ പെഡീസ്.